തിരുവനന്തപുരം പാങ്ങോട് സുലോചന കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. കൂട്ടബലാത്സംഗത്തിന് ശേഷം കിണറ്റിലെറിഞ്ഞു കൊന്നെന്നായിരുന്നു പോലീസ് കേസ്. ആറ്റിങ്ങൽ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് CR ബിജുകുമാറിന്റേതാണ് വിധി. ജിബിൻ JB വിശദാംശങ്ങളുമായി ചേരുന്നത്. ജിബിൻ, കൂട്ടബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കപ്പെട്ട ഒരു കേസ്. മൃതദേഹം 3-ാം ദിവസം കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നു. പോലീസ് അത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ പ്രതികളെയെല്ലാം വെറുതെ വിടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനശ്വര, 2010 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സുലോചനയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. അതായത് നിയാസ്, മണികണ്ഠൻ, നിസാമുദ്ദീൻ എന്ന് പറയുന്ന മൂവർ സംഘം സുലോചനയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പാങ്ങോട് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു കേസ്. അവിടെ വെച്ച് ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ സുലോചനയെ കൊലപ്പെടുത്തുകയും അതിനുശേഷം മൃതദേഹം സമീപത്ത് തന്നെയുള്ള ഒരു കിണറിൽ ഉപേക്ഷിക്കുകയും ചെയ്തതായിട്ടാണ് അന്ന് കേസിലുണ്ടായിരുന്നത്. ഇതിനുശേഷം ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ കിണറ്റിന്റെ അകത്ത് നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് അറിഞ്ഞ മദ്രസ ജീവനക്കാരാണ് ഈ കിണറ്റിന്റെ ഉള്ളിൽ ഒരു മൃതദേഹം ഉണ്ട് എന്നുള്ള ഒരു കാര്യം അറിയുന്നതും തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയ മൃതദേഹം അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. അതായത് സുലോചന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കേസ്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ മൃതദേഹം പാങ്ങോട് നിന്ന് ഒരു കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതിൽ പറയുന്നത്, അതായത് ഈ സുലോചന ഇവർ കാറിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നു. ഈ മൂവർ സംഘം ചേർന്നുകൊണ്ട് കടത്തിക്കൊണ്ട് പോകുന്നു. പിന്നീട് ആദ്യം ഈ മന്നാനിയ ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അതിനുശേഷമാണ് ഈ വിവരം പുറത്തറിയാതിരിക്കുന്നതിന് വേണ്ടി ഈ മൂവർ സംഘം അതിദാരുണമായി ഒരു കൊലപാതകം നടത്തിയതെന്നാണ് അന്ന് പോലീസ് കേസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടു ഈ കേസാണ് ഇപ്പോൾ ഈ 3 പ്രതികളും നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിട്ടയച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഇതിന്റെ കേസിലെ 3 പ്രതികൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവാസ്, മണികണ്ഠൻ, നിസാമുദ്ദീൻ. ഇതിൽ നിസാമുദ്ദീൻ എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രതി ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞതും മറ്റ് 2 പ്രതികളാണുള്ളത്. ഇവരെ ഈ കേസുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിലെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഈ പ്രതികളിലേക്ക് പോലീസിനോ അന്വേഷണ സംഘത്തിനോ എത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇവരെ തട്ടിക്കൊണ്ടു പോകാനായി ഉപയോഗിച്ചിരുന്ന ഒരു കാർ മാത്രമാണ് പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഈ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ഈ 3 പ്രതികളെ കണ്ടെത്തി ഇവരാണ് ഈ കൂട്ടബലാത്സംഗ കൊലപാതകം ചെയ്തത് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വിവരങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. പക്ഷേ ഈ കേസ് കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ ഇവിടെ സാഹചര്യ തെളിവുകളാണുള്ളത്, ശാസ്ത്രീയ തെളിവുകളാണുള്ളത്. ഇതെല്ലാം തന്നെ ഈ 3 പ്രതികളിലേക്കും അവർ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് തെളിവുകളൊന്നും ഇല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ 3 പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നത്.